പി.വി. അൻവറിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി. ശശി. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ച് പി.വി. അൻവർ ഇന്ന് വക്കീൽ നോട്ടീസ് അയച്ചു. പി.വി. അൻവറിന് പി. ശശി വക്കീൽ നോട്ടീസ് അയച്ചു. 24 ബ്രേക്കിംഗ്. ദീപക് തർമ്മണം ചേരുന്നു കോഴിക്കോട് നിന്ന്. ദീപക്, യഥാർത്ഥത്തിൽ മാപ്പ് പറയണം, ആരോപണങ്ങൾ പിൻവലിക്കണം എന്നാണോ ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്? അഥവാ ഇത് പിൻവലിക്കാൻ തയ്യാറല്ലെങ്കിൽ ക്രൈം കേസുമായി പി. ശശി മുന്നോട്ട് പോകും എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? SKN ഒരു കാര്യം വ്യക്തം. പി.വി. അൻവർ MLA കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒപ്പം CPM-നെതിരെ നടത്തുന്ന ആ പ്രചരണ ആരോപണ പരമ്പരയിൽ ഒരു വലിയ തിരിച്ചാക്രമണത്തിലേക്ക് CPIM അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത് നൽകുന്ന സൂചന. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി. ശശി കെ. വിശ്വൻ, അതായത് CPM-ന്റെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനാണ് ഈ കെ. വിശ്വൻ വക്കീൽ മുഖേന നോട്ടീസ് അയച്ചിരിക്കുന്നു. 16 പേജ് നോട്ടീസാണ്. നോട്ടീസിൻ്റെ പകർപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ അത് സുജിത് ദാസുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളും 16 ഖണ്ഡികകളായി 16 ചാപ്റ്റേഴ്സായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ മേൽപ്പറഞ്ഞ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത് നിരുപാധികം പിൻവലിക്കാൻ തയ്യാറാകണം. മാത്രവുമല്ല, SKN ഇതിൽ നിയമത്തിൻ്റെ മറ്റു പഴുതുകൾ കൂടി വിശ്വൻ വക്കീലിൻ്റെ നോട്ടീസിൽ കൃത്യം വ്യക്തം. യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങിയ നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പ്രചരണം, പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണം, ഇതെല്ലാം തന്നെ നിരുപാധികം പിൻവലിക്കണം എന്ന് പറയുന്നു. മറ്റൊന്ന്, ഈ നോട്ടീസിൽ തന്നെ ഈ മാനനഷ്ട കേസ് വേറെ, ഡിഫമേഷൻ കേസ് വേറെ സ്വീകരിക്കുമെന്നും ഇതിൽ പറയുന്നുണ്ട്. ക്രിമിനലായും സിവിലായുമുള്ള നടപടികൾ ഉണ്ടാകും, മാനനഷ്ട കേസ് വേറെ ഉണ്ടാകും. ഏതായാലും ഈ നോട്ടീസ് വായിക്കുമ്പോൾ വളരെ ഇതൊരു കൃത്യമായ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമായ അല്ലെങ്കിൽ നിയമവിദഗ്ധരുമായുള്ള വലിയ കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ഈ നോട്ടീസ് തയ്യാറാക്കിയിരിക്കുന്നത് പി. ശശിയും ഒരു അഭിഭാഷകനാണ്. അഭിഭാഷക ഓഫീസ് അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഏതായാലും ഈ നോട്ടീസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അൻവർ തുടക്കം മുതൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, ആഭ്യന്തര വകുപ്പിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, അത് 16 ചാപ്റ്ററുകളായി ഉദ്ധരിച്ചുകൊണ്ട് ഇതെല്ലാം അടിസ്ഥാനരഹിതവും ഗൂഢാലോചനയുമാണ്. മാത്രവുമല്ല, SFI സംസ്ഥാന സെക്രട്ടറി മുതൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വരെയുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിനെ കളങ്കപ്പെടുത്തുന്ന ആരോപണങ്ങളാണ് എന്നുകൂടി ഈ നോട്ടീസിൽ പറയുകയാണ്. ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്.